സൂര്യപ്രകാശമേൽക്കാതെ പൂക്കൾ നശിച്ചുപോയ ഒരു പൂന്തോട്ടത്തിലെ അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നീതിസൂര്യനായ യേശുവിൻ്റെ പ്രകാശം ഏൽക്കാതെ എൻ്റേതായ ലോകത്തിൽ, എൻ്റേതായ ചിന്തകളിൽ, എൻ്റേതായ പ്രവർത്തനങ്ങളിൽ, എൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ കെട്ടിയിട്ടപ്പോൾ നീതിസൂര്യനായ യേശുവിൻ്റെ പ്രകാശം എന്നിലേക്ക് പതിക്കാതെ വന്നപ്പോൾ കാലമെത്തും മുമ്പേ അളിഞ്ഞുപോകുന്ന ഒരു പുഷ്പത്തെ പോലെ ആയിത്തീരുകയാണ് എൻ്റെ ജീവിതം. അതിന് ഒരു മാറ്റം ഉണ്ടാവേണ്ടേ? ആ മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണം, യേശുവാണ് എൻ്റെ അടിസ്ഥാനം, യേശു ക്രിസ്തുവാണ് എൻ്റെ അടിസ്ഥാനം. നിങ്ങളോ ക്രിസ്തുവേശുവിനുള്ളവർ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുകയാണ്. കൊരിന്ത്യ ലേഖനം, കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ എടുത്തു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കൊരിന്ത്യ ലേഖനം 1, 2, 3 അധ്യായങ്ങൾ ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ വായിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾക്ക് ഇടയായിത്തീരണം. അതിൽ പ്രധാനമായും 3-ാമത്തെ അധ്യായത്തിൻ്റെ ചില വാചകങ്ങൾ, ചില വാക്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക. അതിൻ്റെ ഉള്ളടക്കം ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. യേശുവാകുന്ന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ കെട്ടിപ്പൊക്കുവാൻ, എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ എനിക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അടിസ്ഥാനം ഇളകിപ്പോയാൽ സകലവും അഴിഞ്ഞു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടിസ്ഥാനം ഉറപ്പുള്ളതായി തീരേണ്ടുന്നത് ആവശ്യകതയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുമ്പോൾ തൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ ഏതാണ്ട് 3 വർഷക്കാലം എഫേസോസിൽ താമസിക്കുകയുണ്ടായി. അതിൻ്റെ അവസാന നാളുകളിലാണ് കൊരിന്ത്യ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം എഴുതുന്നത്. ഇവിടെ കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഒരു കൊരിന്ത്യനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത്, പറയപ്പെടുന്നത് കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയാണ് ഒരു കൊരിന്ത്യൻ എന്നുള്ളതാണ്. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവനാണ് കൊരിന്ത്യൻ എന്നാണ് അവരെക്കുറിച്ച് പറയുക. പ്രിയമുള്ളവരെ, അധാർമികമായ, നാൽമികമായ, ധർമ്മവിരുദ്ധമായ നടപടികൾ കൈക്കൊണ്ട ഒരു സമൂഹമാണ് കൊരിന്ത്യ സമൂഹം എന്ന് പറയുന്നത്. അവരോടാണ് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. പല വിഷയങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവരോട് സംസാരിക്കുന്നുണ്ടെന്ന് വരികിലും ക്രിസ്തീയ സ്വഭാവത്തെക്കുറിച്ചാണ് ഊന്നൽ കൊടുത്ത് അവരോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, ഇന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മോടും സംസാരിക്കുന്നത് പല വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് പ്രതിപാദിക്കുന്നെങ്കിലും ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മളോട് പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ സ്വഭാവത്തെക്കുറിച്ചാണ്. ആ ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ യഥാർത്ഥമായ ഒരു രൂപീകരണം നടക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർക്കുക. ക്രിസ്തുഭാവം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്നുള്ള പേര് എനിക്കുണ്ട്, പക്ഷേ ക്രിസ്തു എന്നിൽ ഇല്ലാത്ത ഒരു അവസ്ഥ. ക്രിസ്ത്യാനി എന്ന എന്നെ വിളിക്കുമ്പോഴും ക്രിസ്തു എൻ്റെ ഉള്ളിലില്ലെങ്കിൽ ആ പേരിന് എന്താണ് അർത്ഥം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ് എൻ്റെ ക്രിസ്തീയ സ്വഭാവത്തെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതായിരിക്കണം. എൻ്റെ ജീവിത പാത ശരിപ്പെടുത്തുന്നത് ആയിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പാത യഥാർത്ഥമായ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു അനുഭവം ഈ നോമ്പിൻ്റെ നാളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഓർക്കുക, പിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത് പോലെ തിരയടങ്ങിയിട്ട് തോണിയിറക്കുവാൻ കഴിയുമോ? തിരയടങ്ങിയിട്ട് തോണിയിറക്കുവാനായി കഴിയില്ല. അതുകൊണ്ട് തിരയടങ്ങത്തില്ല. അടങ്ങാതെ നിൽക്കുന്ന തിരയുടെ നടുവിൽ തോണിയിറക്കാനായി നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മഹാമാരി നമ്മെ ആഞ്ഞടിക്കുമ്പോഴും ഈ മഹാവ്യാധിയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ കൊടുത്തുകൊണ്ട് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താനും എൻ്റെ ജീവിതത്തെ നയിക്കുവാനും എനിക്ക് സാധിക്കണം. നോമ്പ് ഒരു ഗുരുസാന്നിധ്യമാണ്. ഗുരുസാന്നിധ്യം എന്ന് പറയുക, ഗുരു എല്ലാ ഇരുളിനെയും നീക്കം ചെയ്യുന്നവനാണ്. ഇരുട്ടിനെ അകത്തി പ്രകാശത്തെ നൽകുന്നവനാണ് ഗുരു.
ഇരുളിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നീക്കിക്കളയുന്ന സാന്നിധ്യമാണ് ഗുരുസാന്നിധ്യം എന്ന് പറയുക. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ചിന്തയിൽ ഗുരു എന്ന് പറയുന്നത് അഗ്നിക്ക് സമമാണ് എന്നാണ് പറയുക. ഗുരു എന്ന് പറയുന്നത് അഗ്നിക്ക് സമമാണ്. പ്രിയമുള്ളവരെ, തണുത്തു മരവിച്ച ഒരുവനെ അഗ്നി അതിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല. എന്നാൽ അവൻ്റെ മരവിപ്പ് മാറ്റാൻ, അവൻ്റെ തണുപ്പകറ്റാൻ അവൻ അഗ്നിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ആ അഗ്നിയുടെ സാമീപ്യം അവന് ചൂട് നൽകുകയാണ്. ആ ചൂട് അവനെ ഒരു മരവിപ്പിൽ നിന്ന്, അവനെ ഒരു നിർജീവതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ യേശുവാകുന്ന ആ മഹാഗുരുവിൻ്റെ അടുക്കിലേക്ക് ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ അടുത്തു ചെല്ലുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്: അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ആ യേശുവാകുന്ന ഗുരുസാന്നിധ്യത്തിൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും അടുത്തു നിൽക്കുമ്പോൾ, ആ അഗ്നിക്ക് സമമായ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ, നമ്മുടെ പഴകിയ, നമ്മുടെ അഴകിയ എല്ലാ ശീലങ്ങളും മരവിപ്പുകളും കത്തിയമരണം. ഒരു പുതു ചൈതന്യം നമ്മിൽ ഉണ്ടാവണം. അനുഗ്രഹീതരെ, ഈ പരിശുദ്ധമായ നോമ്പിൽ സുവിശേഷ കേൾവി നമ്മിൽ ഉണ്ടാകുമ്പോൾ ഒരു പുതു ചൈതന്യം നമ്മിൽ ഉണ്ടാവാനായി ഇടയായി തീരണം. ഇന്നത്തെ കാലത്ത് വചന ശുശ്രൂഷകൾക്ക് ഒരു കുറവുമില്ല, വചന വ്യാഖ്യാനങ്ങൾക്ക് ഒരു കുറവുമില്ല. എവിടെയാണ് പാകപ്പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത്, എവിടെയോ ഒരു താളം തെറ്റലുണ്ട്, അത് തിരുത്താനായിട്ട് സാധിക്കണം. വചനപ്രഘോഷണത്തിൻ്റെ കുറവല്ല, വചന വ്യാഖ്യാനത്തിൻ്റെ കുറവല്ല, പക്ഷേ അതെങ്ങനെ കേൾക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം, അത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ ശുദ്ധീകരിക്കണം. ഈ വചനമാകുന്ന അഗ്നിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മിലെ എല്ലാ അഴകിയതും പഴകിയതുമായ എല്ലാ മരവിപ്പുകളും, എല്ലാ ദുശീലങ്ങളും കത്തിയമരുവാൻ സാധിക്കണം. ആ കത്തിയമരലിൽ നമുക്കൊരു പുതു ചൈതന്യം നേടിയെടുക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പനുഷ്ഠാനം ഒരനുഭവമായി മാറുമ്പോൾ ഗുരു നൽകുന്നതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ നോമ്പ് നോക്കുമ്പോൾ യേശുവാകുന്ന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ ഉറപ്പിക്കണം. ഞാൻ പറഞ്ഞു വെച്ചല്ലോ, നിങ്ങളോ ക്രിസ്തുവിൻ ഉള്ളവർ. അതുകൊണ്ട് ക്രിസ്തുവിനുള്ളവൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ആരാധനയുടെയും വിശുദ്ധ കുർബാനയുടെയും കൗദാശിക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൃദയപൂർവം ഗുരു നൽകുന്നതിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. പിറുപിറുപ്പുകളില്ലാതെ, വിമർശനങ്ങളില്ലാതെ, അലോസരമില്ലാതെ ഗുരു നൽകുന്നതിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. 2 യഹൂദന്മാർ അവരുടെ കൊച്ചുമക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു. ഒരു യഹൂദ റാബി മറ്റൊരു യഹൂദ റാബിയുടെ കൊച്ചുമക്കൾ 2 പേരും തമ്മിൽ വിവാഹിതരായി. ഈ 2 മക്കളുടെ വല്യപ്പന്മാരായ യഹൂദ റാബിമാർ പ്രായമേറിയവരാണ്. ഇവർ രണ്ടും ഉത്തമ സുഹൃത്തുക്കളാണ്. ഇവർ 2 പേരും ഒരു ദിവസം തീരുമാനിച്ചു, ഒരു മനുഷ്യൻ ജയിലറയിൽ കിടക്കുകയാണ്, അവനെ പുറത്തിറക്കുവാൻ, അവനെ സ്വതന്ത്രമാക്കുവാൻ അവന് കഴിവില്ലാത്തത് കൊണ്ട്, അവനെ സഹായിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ട് അവൻ ജയിലറയിൽ കിടക്കുകയാണ്, അവനെ രക്ഷിക്കണം. അതുകൊണ്ട് ഈ 2 റാബിമാർ, ഈ സുഹൃത്തുക്കൾ, ബന്ധുക്കളായ 2 റാബിമാർ ഒരുമിച്ച് തീരുമാനിച്ചു, 2 പേരും കൂടെ ഓരോരുത്തരെയും സമീപിച്ച് അവരാൽ കഴിയുന്ന സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറക്കുക. അങ്ങനെ അവർക്ക് പരിചയമുള്ള, അവർക്ക് സ്നേഹിതരായ ആളുകളെ സമീപിക്കുവാൻ തുടങ്ങി. പലരും അകമഴിഞ്ഞ് അവരെ സഹായിച്ചു. ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പോകുന്ന വേളയിൽ ബന്ധുക്കളിൽ ഒരു റാബി പറഞ്ഞു, സഹോദര, നമ്മൾ ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുവാൻ, വിമർശിക്കുവാൻ നമുക്കിടയായിത്തീരരുത്. അവർ തരുന്നതെന്തോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ഉറപ്പിന്മേലാണ് 2 പേരും കൂടെ പോകുന്നത്. ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ, ഒരു യഹൂദ പ്രമാണിയുടെ അടുക്കൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ ഒരു ചെറിയ നാണയത്തൊട്ട് എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുത്തു. ഇവർ തിരിഞ്ഞ് നടക്കുകയായി. നടക്കുന്ന വഴിയിൽ ഇതിൽ ഒരു ബന്ധുക്കാരൻ പറഞ്ഞു, ആ മനുഷ്യന് അല്പം കൂടെ തരുവാൻ കഴിവുള്ളവനല്ലേ, അയാൾ എന്തൊരു മനുഷ്യനാ. അപ്പോൾ കൂടെ വന്ന ബന്ധുക്കാരൻ പറഞ്ഞു, ഇത് മതി, ഒന്നും പറയണ്ട, നമുക്ക് പോകാം. അല്പദൂരം നടന്നു നീങ്ങിയപ്പോൾ ഈ മനുഷ്യൻ അവരെ പിറകിൽ ചെന്ന് വിളിച്ചു, അയ്യോ
സ്നേഹിതരെ, ഒന്ന് നിൽക്ക്, അല്പം കൂടെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നത് കുറവായി പോയില്ലേ? അതിൻ്റെ കൂടെ വെള്ളി നാണയങ്ങൾ കുറെ കൂടെ അവർക്ക് കൊടുത്തു. അവർ തിരികെ നടന്നപ്പോൾ ഇതിൽ ഒരു യഹൂദ റാബിക്ക് തൃപ്തി വരുന്നില്ല. അയാൾ പറഞ്ഞ, ആ മനുഷ്യൻ ഇത് തന്നാൽ പോരല്ലോ, ഇത്രമാത്രം സമ്പന്നനായ മനുഷ്യൻ ഇങ്ങനെയാണോ ഒരു മനുഷ്യന് വേണ്ടി സഹായം ചെയ്യുക? പക്ഷേ കൂടെ വന്നയാൾ പറഞ്ഞു, കൈപൊത്തി കാണിച്ചു, ഒന്നും മിണ്ടരുത്, സന്തോഷത്തോടെ നമുക്ക് മടങ്ങാം. വീണ്ടും അവർ തിരികെ യാത്രയായി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പിറകെ ചെന്നിട്ട് വിളിച്ചു, ഒന്ന് നിൽക്കണേ, ഒന്നുകൂടെ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂടെ ആവശ്യമായ എല്ലാ തുകയും ഈ മനുഷ്യൻ നൽകുകയാണ്. അപ്പോൾ ഈ രണ്ടുപേരിൽ പിറുപിറുത്ത ബന്ധുക്കാരൻ വീണ്ടും പറഞ്ഞു, ഈ മനുഷ്യൻ ഇത് ആദ്യം അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? ഇത്രയും താമസിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ കൂടെ ചെന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഈ മനുഷ്യന്റെ അടുക്കൽ ഒരു ഭിക്ഷക്കാരൻ ചെന്നു. അയാളുടെ അടുക്കൽ കുറെ അതിഥികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഭിക്ഷക്കാരനെ വേണ്ടുന്നത് പോലെ സ്വീകരിപ്പാൻ സാധിച്ചില്ല. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു ചെറുനാണയം എടുത്ത് കൊടുത്തപ്പോൾ ആ ഭിക്ഷക്കാരനെ തിരികെ അയാളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് അയാളെ പഴിപറഞ്ഞ് മടങ്ങിപ്പോയി. അതുകൊണ്ട് അന്ന് അയാൾ തീരുമാനിച്ചു, ഇനിയും ഞാൻ ആർക്കും സഹായം ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ നമ്മളെ പരീക്ഷിച്ചത് എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഈ രണ്ട് റാബിമാരിൽ ഒരു ബന്ധുവായ ഈ റാബി പറഞ്ഞു, അല്ലയോ സഹോദര, തരുന്നത് എന്തും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹീതരായ ദൈവമക്കളെ, ഈ പരിശുദ്ധമായ നോമ്പിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും പല വിധത്തിലുള്ള ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാമും അടുത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം? ലോകത്തെ പിടിച്ചു വലിക്കുന്ന, ലോകത്തെ മുഴുവൻ ഒരു കെട്ടിനുള്ളിലാക്കി വെച്ചിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് വിടുതൽ നൽകുവാൻ ഇടയായിത്തീരണം. ദൈവത്തോട് നമ്മൾ കരഞ്ഞപേക്ഷിക്കുകയാണ്. പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ കണ്ണീര് ദൈവത്തിങ്കൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. അതോടൊപ്പം മനുഷ്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൊടുക്കുകയാണ്. പക്ഷേ ഇതിന് മറുപടി തരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആകണം എന്നില്ല. അവിടെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോൾ പഴി പറയുവാൻ ഇടയാകരുത്, വിമർശിക്കുവാൻ ഇടയാകരുത്, ദൈവത്തെ മറക്കുവാൻ ഇടയാകരുത്. നിന്റെ ജീവിതത്തിൽ നീ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ നിന്ദിക്കുവാൻ, നീ മുഖാന്തരം ക്രിസ്തു നിന്ദിക്കപ്പെടുവാൻ ഇടയായി തീരരുത്. അതുകൊണ്ട് ഈ നോമ്പിൽ ഓർക്കണം, നിന്റെ കൗദാശിക അനുഭവങ്ങളിൽ ഓർക്കണം, ശ്രദ്ധയുള്ള അനുഷ്ഠാനമാണ് ജീവിതത്തിന് ആവശ്യം. ശ്രദ്ധയുള്ള അനുഷ്ഠാനം ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ അവിടെ നിനക്ക് ഹൃദയപൂർവം സ്വീകരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നോമ്പ് ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ ഹൃദയപൂർവം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ചിന്തയോടുകൂടെ എൻ്റെ പ്രധാന ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇവിടെ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുകയാണ്: എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിൻ്റെ മർമ്മം അത്ര വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ ദൈവസന്നിധിയിൽ
ആഴമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ വ്യക്തമാണ്, ശക്തമാണ്. 1-ാം അധ്യായം മുതൽ ശാന്തതയോടെ വായിക്കുമ്പോൾ ഇതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകും. ഈ അധ്യായങ്ങൾ പൂർണ്ണമായി വായിക്കുവാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് ഭവനങ്ങളിൽ അത് വായിക്കുവാനായി ഇടയായിത്തീരണം. ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ ആത്മീയരെയും ജഡീകരെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അതിനുശേഷം പറയുകയാണ്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നു എന്ന്. നിങ്ങളുടെ അടിസ്ഥാനം യേശു ക്രിസ്തു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫൗണ്ടേഷൻ ഓഫ് അവർ ലൈഫ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. പ്രിയമുള്ളവരെ, അടിസ്ഥാനം ഇളകിയാൽ സകലവും ഇളകുമെന്ന് ഞാൻ പറഞ്ഞു വെച്ചുവല്ലോ. യേശു ക്രിസ്തുവിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറിപ്പോയാൽ, യേശു ക്രിസ്തുവിൽ നിന്ന് നീ അകന്നുപോയാൽ, നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി താളം തെറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മെ തന്നെയും നമുക്ക് നേരിടേണ്ടി വരുന്ന പരിതസ്ഥിതികളെയും സമചിത്തതയോട് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അത് കഴിയാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മെ തന്നെ, നമ്മുടെ പരിതസ്ഥിതികളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയാതെ വരിക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രിയമുള്ളവരെ, സമചിത്തതയോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയാം. ഒരു വ്യാപാരി ഒരു ഡോക്ടറെ കാണാൻ ചെന്ന കഥയുണ്ട്. ഡോക്ടറുടെ ഭവനത്തിൽ ചെന്ന് ഈ വ്യാപാരി അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ മുട്ടി. ആകപ്പാടെ അക്ഷമനായി, നിരാശനായി, അസ്വസ്ഥനായി ഈ വ്യാപാരി ഡോക്ടറുടെ അടുക്കൽ ചെല്ലുകയാണ്. വാതിൽക്കൽ മുട്ടിയെങ്കിലും വാതിൽ തുറക്കാൻ താമസിച്ചു. അല്പനിമിഷം താമസിച്ചപ്പോഴത്തേക്ക് ഈ വ്യാപാരി ആകപ്പാടെ ഒന്നുകൂടെ അസ്വസ്ഥനായി. എങ്കിലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഡോക്ടർ ശാന്തതയോടെ ഇറങ്ങി വന്നു. ഇരിക്കാൻ നിർദ്ദേശിച്ചു. അയാൾക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് മുഴുവൻ രോഗമാണ്, എൻ്റെ ശരീരം മുഴുവൻ രോഗം പിടിച്ചിരിക്കുന്നു, എനിക്ക് യാതൊരു വിധമായ സുഖവുമില്ല എന്ന് പറഞ്ഞു ഡോക്ടറുടെ മുമ്പിൽ ഈ മനുഷ്യൻ നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഇരിക്കുന്നില്ല. വീണ്ടും ഇയാൾ അക്ഷമനായി ഡോക്ടറോട് സംസാരിക്കുകയാണ്. ശാന്തതയോടെ ഈ ഡോക്ടർ പറഞ്ഞു, താങ്കൾ ഇരിക്കേ. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ഇരുന്നില്ല എന്ന നിലയിൽ ഈ വ്യാപാരി ഡോക്ടറുടെ മുമ്പിൽ ഇരുന്നു. ഡോക്ടർ ഇയാളെ ശ്രദ്ധയോടെ കേട്ടു. അവസാനം ഒരു കുറിപ്പടി എഴുതി കൊടുത്തു. ഇത് കൊണ്ടുപോയി നിങ്ങൾ കഴിക്കാനായിട്ട് പറഞ്ഞു. നമുക്കൊരു സ്വഭാവമുണ്ടല്ലോ, ഒരു ഡോക്ടറെ കാണാൻ ചെന്നാൽ കുറിപ്പടി കിട്ടിയാൽ നമ്മൾ അപ്പാടെ വേഗം മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുകയാണല്ലോ പതിവ്. നമ്മളത് നോക്കാറുണ്ടോ? വളരെ കുറച്ച് ആളുകൾ മാത്രം അത് ശ്രദ്ധയോടെ നോക്കും. എന്താണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഡോസേജ് എത്രയൊക്കെയാണെന്ന് നോക്കും. ഈ മനുഷ്യൻ അത് കിട്ടി മടക്കി ഭംഗിയായി പോക്കറ്റ് ഇട്ടു. ഏറ്റവും അടുത്ത ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി. അവിടെ ചെന്ന് മെഡിക്കൽ സ്റ്റോറിലെ ആളിൻ്റെ കയ്യിൽ ഈ കുറിപ്പടി കൊടുത്തു. അയാൾ ഇത് വാങ്ങി നോക്കി. അയാൾ ഉള്ളിലൊന്ന് ചിരിച്ചു, ഇയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ മരുന്ന് ഇവിടെ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഈ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊന്നും ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊരു മറുപടിയും പറഞ്ഞു. ഈ വ്യാപാരിയായ മനുഷ്യനെ കുറിപ്പടി വാങ്ങി ആ സമയത്ത് അതിലേക്കൊന്ന് നോക്കിയപ്പോൾ അതിൽ കുറിച്ചിരിക്കുന്ന മരുന്നെന്താണെന്നറിയാമോ? റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, ശാന്തതയോടെ താങ്കൾ വായിക്കുക. ഇതാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം, ശാന്തതയോടെ വായിക്കുക. അനുഗ്രഹീതരെ, ഓർമ്മയിൽ വരുന്നുണ്ടോ ആ വാക്യം? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ദൈവവചനമാണ്. ഹൃദയപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരുക്കത്തോടെ ആണല്ലോ എന്നെ നിങ്ങൾ കേൾക്കുന്നത്, ഈ നോമ്പിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ആ മഹാവൈദ്യൻ നമ്മളോട് കൽപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ മരുന്ന് നീ കഴിക്കണം.
പൗലോസ് അപ്പോസ്തലൻ വഴി ഈ മരുന്ന് നമുക്ക് തരികയാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ കുറിപ്പ് നമുക്ക് തരികയാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം എന്താണെന്നറിയാമോ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നോമ്പെടുത്താലും ഉപവാസം അനുഷ്ഠിച്ചാലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാലും കൗദാശിക കർമാദികളിൽ സംബന്ധിക്കുമ്പോൾ ശ്രദ്ധയുള്ള ഒരു അനുഷ്ഠാനം ജീവിതത്തിന് അനിവാര്യമാണ്. രണ്ട്, ഹൃദയപൂർവം തരുന്നതിനെ സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സാകണം. മൂന്ന്, ഓരോ ആരാധനയിലും ഒരു നവചൈതന്യം നമ്മിൽ ഉണ്ടാവാൻ ഇടയായിത്തീരണം. അതിന് അനിവാര്യമായ ഒന്നാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത്. ഒരു റിന്യൂവൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ ഇടയായിത്തീരരുത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മനസ്സു പുതുക്കി ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ആഗ്രഹിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ. അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ മനുഷ്യൻ്റെ 3 നിലകളെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരികയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 2 നിലകളും അതിൻ്റെ 2-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ ഒരു നിലയും, അങ്ങനെ ആ 2 ഭാഗങ്ങളിലായി മനുഷ്യൻ്റെ 3 നിലകളെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമുക്ക് കാട്ടിത്തരികയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മുഖാമുഖം കാണുവാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എവിടെയെന്ന് എനിക്കറിയുവാൻ സാധിക്കുന്നില്ല. പക്ഷേ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകിയാൽ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ഉള്ളിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യൻ്റെ 3 നിലകളെ നമുക്ക് കാട്ടിത്തരികയാണ്. ഒന്ന്, 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ആത്മീകമായ ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുക. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നമുക്ക് തന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരാത്മീയ മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുക. ഒരു മനുഷ്യൻ്റെ ഒരു നിലയാണ് ആത്മീയ നില എന്ന് പറയുന്നത്. ഇവൻ്റെ പ്രത്യേകത എന്താ? ഈ ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അവൻ സകലത്തെയും വിവേചിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ? ഒരാത്മീയ മനുഷ്യൻ സകലത്തെയും വിവേചിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ ചേർക്കപ്പെട്ടവരാണ്. ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിൽ നീയാകുന്ന മന്ദിരത്തെ പണിതുയർത്താൻ വിശുദ്ധ മാമോദീസ കൂദാശയിൽ ക്രിസ്തുവിൽ നിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ പറയുക, ഇത് അശുദ്ധാത്മാവേ ഈ പൈതലിനെ വിട്ടുപോവുക, ഇവൻ നിനക്കുള്ളവൻ അല്ല, ഇവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഈ മാമോദീസ കൂദാശയിലൊക്കെ നാം സംബന്ധിക്കുമ്പോൾ ഇന്നെല്ലാം ഒരു ആഘോഷമായി മാറുകയാണ്. പോട്ടെ പ്രിയമുള്ളവരെ, അതിൽ സംബന്ധിക്കുമ്പോൾ നാം കേൾക്കുന്ന പ്രാർത്ഥനകൾ എത്ര ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. അവിടെ പറയുന്നു, ഇവൻ ദൈവത്തിനുള്ളവനാണ്, അശുദ്ധാത്മാവേ ഇവനെ വിട്ടുപോകുക, കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഇവനിൽ വസിക്കുന്നു. ആ നിമിഷം മുതൽ ഇവന് സകലത്തെയും വിവേചിച്ചറിയുവാനുള്ള ഒരു ദൈവാത്മാവ് അവനിൽ ലഭിക്കുകയാണ്. ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളും മാനുഷിക കാര്യങ്ങളും തമ്മിൽ വകതിരിച്ച് ഗ്രഹിക്കുവാൻ ഒരാത്മീയ മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരാത്മീയ മനുഷ്യൻ്റെ പ്രത്യേകതകൾ വീണ്ടും അല്പം കൂടെ ആഴമായി മനസ്സിലാക്കാൻ
119 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. ആദ്യത്തെ 5 വാക്യങ്ങൾ. അവൻ യഹോവയുടെ വഴികളിൽ നടക്കുന്നവനാണ്, യഹോവയുടെ ന്യായപ്രമാണത്തെ മനസ്സിൽ സംഗ്രഹിക്കുന്നവനാണ്. ഒരാത്മീയമായ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യുന്നവനാണ് ആത്മീയ മനുഷ്യൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു നില പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ആത്മീയനായ ഒരു മനുഷ്യൻ. രണ്ടാമത് പറയുന്നു 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു പ്രാകൃത മനുഷ്യൻ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ രണ്ടാമത്തെ നില, 1 ആത്മീയ നിലയാണ്, 2 പ്രാകൃതമായ നിലയാണ്. പ്രാകൃത മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുന്നില്ല. കാരണം എന്താ? അവനിൽ ദൈവാത്മാവില്ല, അവനിൽ രക്ഷയുടെ അനുഭവമില്ല. അവൻ്റെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത്. സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നവനാണ് പ്രാകൃത മനുഷ്യൻ. അവൻ്റെ നാവിൽ ഭോഷ്ക് കടന്നു വരുന്നവനാണ്. അതുകൊണ്ട് യൂദാലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 18-19 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശ്രദ്ധയോടെ കേൾക്കുക. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു രണ്ടാമത്തെ മനുഷ്യന്റെ നില പ്രാകൃത മനുഷ്യൻ. അവൻ്റെ ഉള്ളിൽ കയ്പാണ്, അവൻ്റെ ഉള്ളിൽ ഈർഷ്യയാണ്, അവൻ്റെ ഉള്ളിൽ ശാഠ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ കയ്പാണോ? എൻ്റെ ഹൃദയത്തിൽ ഈർഷ്യയാണോ? ശാഠ്യമാണോ? എൻ്റെ ജീവിതത്തിൽ ഭോഷ്ക് മാത്രമാണോ ഞാൻ സംസാരിക്കുന്നത്? സത്യത്തിന് വിരോധമായിട്ടാണോ ഞാൻ പ്രശംസിക്കുന്നത്? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏറ്റവും വലിയ പാപം പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം സത്യത്തെ നമ്മൾ തിരസ്കരിക്കുക എന്നുള്ളതാണ്. സത്യമെന്ന് പറയുന്നത് യേശുവാണ്. പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അതുകൊണ്ട് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ യേശുവിനെ തിരസ്കരിക്കുന്നത് എൻ്റെ പ്രാകൃത മനുഷ്യൻ്റെ ലക്ഷണമാണ് എന്ന് ഓർക്കണം. നമ്മുടെ ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ട്. നമ്മളെല്ലാം സൗന്ദര്യത്തെ ആസ്വദിക്കുന്നവരാണ്. എന്താണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം? സൗന്ദര്യത്തിനൊരു നിർവചനമുണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. അപ്പൊ ജീവിതത്തിൻ്റെ സൗന്ദര്യം, മനുഷ്യ, നിന്റെ ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നിനക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് തന്നവനെ നീ മറന്നു പോകരുത്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് നിനക്കൊരു സൗന്ദര്യമുണ്ട്. അത് തന്നവനെ നീ മറക്കരുത്. അത് മറന്നു പോകുമ്പോഴാണ് നിന്റെ ആത്മീയത നഷ്ടപ്പെടുന്നതും നിന്റെ രൂപം പ്രാകൃതമായി മാറുന്നതും ആത്മാവില്ലാത്തതായി തീരുന്നതും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. പ്രിയമുള്ളവരെ, ജനനം ഒരു തിരഞ്ഞെടുപ്പല്ല, പക്ഷേ മരണം തിരഞ്ഞെടുക്കുവാനും നമുക്ക് പാടില്ല. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ജീവിതം അത് വിധി പോലെ കടന്നു വരട്ടെ എന്ന് ചിന്തിക്കാനുള്ളതുമല്ല. പിന്നെയോ, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തുക? ആ ജീവിത പാത എങ്ങനെയാണ് നാം തെളിയിക്കുക? അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ 2 നിലകൾ, 1 ആത്മീയൻ, 2 പ്രാകൃത മനുഷ്യൻ. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോടെനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ 3-ാമത്തെ നിലയാണ് ജഡീകന്മാർ എന്ന് പറയുക. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ആത്മീക വളർച്ച പ്രാപിക്കാത്ത വിശ്വാസികളാണ് ജഡീകന്മാർ. കേട്ടോണം, ആത്മീക വളർച്ച പ്രാപിക്കാത്ത വിശ്വാസികളാണ് ജഡീകന്മാർ. കോരിന്തിലെ വിശ്വാസികളുടെ ആത്മീക നിലവാരം ഉയരാത്തത്
പൗലോസ് അപ്പോസ്തലനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. വലിയ ഭാരമായി അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിലനിന്നു. ഈ ഒരു ഭാരം നമ്മെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലനുണ്ട്. കാരണം എന്താണെന്നറിയാമോ? വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആ ലേഖനങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നടത്തുന്ന രഹസ്യ പ്രാർത്ഥനയിൽ ഒരു വരി ഇപ്രകാരമാണ്: വിശുദ്ധ സഭയുടെ പണിക്കാരനും പ്രധാന ശില്പിയുമായ പൗലോസിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഞങ്ങൾക്കിടയാകണം. വിശുദ്ധ സഭയുടെ പണിക്കാരനും പ്രധാന ശില്പിയുമായ പൗലോസ്. പ്രിയമുള്ളവരെ, ആ പിതാവിൻ്റെ കൽപ്പനകൾ, ആ പിതാവിൻ്റെ ഉപദേശങ്ങൾ പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കണം, ആ നിർദ്ദേശങ്ങളും കൽപ്പനകളും നൽകിയ ആ പിതാവിൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുകയാണ്. കാരണം എന്താ? നിങ്ങൾ ആരംഭിച്ചത് ആത്മാവിലാണ്, പലപ്പോഴും അവസാനിപ്പിക്കുന്നത് ജഡീകതയിലാണ്. അതുകൊണ്ട് ആത്മാവിൽ ആരംഭിച്ച് ജഡീകതയിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അതുകൊണ്ടാണ് കോരിന്ത്യരെ കണ്ടിട്ട് വളരെയേറെ വേദനപ്പെട്ടത് പൗലോസ് അപ്പോസ്തലൻ. ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവൻ എന്നുള്ള മുഖമുദ്രയാണ് കോരിന്ത്യനെ സംബന്ധിച്ച് ഉള്ളത്. ഞാൻ നിങ്ങളെ ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ജീവിതമാകുന്ന പുസ്തകം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കുവൈറ്റിലെ കാര്യം എനിക്കറിയില്ല, വളരെ ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. എന്നാൽ ഞങ്ങളുടെ നാടുകളിലൊക്കെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനക്രമങ്ങൾ ധാരാളമായി വെച്ചിരിക്കും. വളരെ പ്രത്യേകതയുണ്ട്. ആ കുർബാനക്രമം എടുത്ത് നോക്കാമെങ്കിൽ അതിൻ്റെ കുത്താളുകൾ ഒക്കെ വേറിട്ട് നിൽക്കും. ഞങ്ങളത് ഭംഗിയായി ഉപയോഗിക്കുന്നത് കൊണ്ടാവാം കേട്ടോ. എങ്ങനെയായിരുന്നാലും അതിൻ്റെ പേജുകളൊക്കെ ഇളകിയിരിക്കും. കുത്തഴിഞ്ഞ പുസ്തകങ്ങൾ. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ. പലപ്പോഴും കുത്തഴിഞ്ഞ അവസ്ഥയാണ്. അതിൻ്റെ താളുകളൊക്കെ ഇളകി കിടക്കുകയാണ്. അതിൻ്റെ നൂൽക്കെട്ടുകൾ അഴിഞ്ഞു കിടക്കുകയാണ്, പൊട്ടിക്കിടക്കുകയാണ്. അതിനെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അത് നാം തന്നെ വിചാരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ ശൈലികളെ തുന്നിക്കെട്ടാൻ മറ്റൊരാൾ വിചാരിച്ചാൽ നടക്കുകയില്ല. അത് ഞാൻ തന്നെ വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കുത്തഴിഞ്ഞൊരു ജീവിതം നയിക്കുന്ന, അധാർമികതയിൽ ജീവിക്കുന്ന, ജഡീകന്മാരായി ജീവിക്കുന്ന, ശിശുക്കളെ പോലെ ജീവിക്കുന്ന ഈ കോരിന്ത്യരെ സംബോധന ചെയ്യുന്നതും എൻ്റെ സഹോദരന്മാരെ എന്നാണ്. അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിക്കരുത്, ബുദ്ധിയിലോ മുതിർന്നവർ ആകുവിൻ. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കരുത്, ബുദ്ധിയിലോ മുതിർന്നവർ ആകുവിൻ. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ നമ്മുടെ കൗദാശിക ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഇന്ന് എല്ലാം ഒരു ആഘോഷമായി മാറുകയാണ്. ഇന്ന് നമ്മുടെ കൗദാശിക ജീവിത അനുഭവങ്ങൾക്ക് ഒരാഘോഷമായി മാറുകയാണ്. അത് വിശുദ്ധ കുർബാന തുടങ്ങി മറ്റ് കൂദാശകൾ ഉൾപ്പെടെയുള്ള എല്ലാ കൗദാശിക കർമാനുഷ്ഠാനങ്ങളും ഒരാഘോഷമായി മാറുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇവിടെയൊക്കെ ശ്രദ്ധയുള്ള ഒരു അനുഷ്ഠാനമാണ് പിതാക്കന്മാർ നിർവഹിച്ചിരുന്നത്. അതാണ് പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നതും. പക്ഷേ ഇവിടെ നമുക്ക് എന്തൊക്കെയോ കൈമോശം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് വിവരിക്കാൻ പോയാൽ സമയം ഏറെ എടുക്കും. സമയനിഷ്ഠമായ ഒരു സന്ദർഭമാകിയാൽ ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായി ഇടയായിത്തീരണം. അതുകൊണ്ട് അനുഗ്രഹീതമായ ഒരു പൈതൃക പകർച്ച പൗരസ്ത്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്നത് ആവശ്യമാണ്. തലമുറയായി കൈമാറിത്തരുന്ന എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൈമാറി കൊടുക്കുന്ന പൈതൃക പകർച്ച എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. എന്താണ് നമുക്ക് തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ അടുക്കൽ 4 കുഞ്ഞുങ്ങൾ വന്നു. ഈ 4 കുഞ്ഞുങ്ങളുടെ കയ്യിലും ഓരോ അപ്പക്കഷ്ണം എടുത്തു കൊടുത്തു. 4 കുഞ്ഞുങ്ങൾ, ശ്രദ്ധിച്ചോണം. അതിൽ ഒന്നാമത്തവൻ കൈ കിട്ടിയ ഉടനെ അതങ്ങ് കഴിച്ചു. ഒന്നാമത്തെ കുഞ്ഞ് കയ്യിൽ കിട്ടിയ അപ്പം കിട്ടിയ ഉടനെ കഴിച്ചു. രണ്ടാമൻ്റെ കയ്യിലും കൊടുത്തു ഒരപ്പം. ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? മൂന്നാമത്തെ കുട്ടി രണ്ടാമൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്തു. അപ്പോൾ മൂന്നാമത്തെ കുട്ടി നിസ്സഹായനായി നിൽക്കുകയാണ്.
തനിക്ക് ലഭിച്ച അപ്പം നഷ്ടപ്പെട്ടു പോയി. കാരണം രണ്ടാമത്തവൻ അത് തട്ടിയെടുത്തു. നാലാമത്തെ കൊച്ചിൻ്റെ കയ്യിലും ഈ മനുഷ്യൻ്റെ അപ്പം കൊടുത്തു. ഈ നാലാമത്തെ കൊച്ചെന്ത് ചെയ്തു? തൻ്റെ അപ്പത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ട മൂന്നാമന് മുറിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ഒന്നാമത്തെ കുഞ്ഞിൻ്റെ പ്രത്യേകത അതവൻ്റെ പ്രകൃതമാണ്. രണ്ടാമത്തെ കുഞ്ഞ് വികൃതിയാണ്. മൂന്നാമത്തെ കുഞ്ഞ് ഒരു നിസ്സഹായൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. നാലാമത്തെ കുഞ്ഞ് ഒരു സുഹൃതവാൻ എന്ന് പറയാം, സുഹൃതം ചെയ്യുന്ന ഒരു കുഞ്ഞായി അവിടെ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം, എനിക്ക് കിട്ടിയിരിക്കുന്നത് മനുഷ്യ പ്രകൃതത്തിൻ്റെ പൈതൃക പകർച്ചയാണോ, വികൃതമായ പൈതൃക പകർച്ചയാണോ, അതോ നിസ്സഹായതയുടെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പൈതൃക പകർച്ചയാണോ? 4, സുഹൃതങ്ങൾ പങ്കുവെക്കുന്ന, നന്മകൾ പങ്കുവെക്കുന്ന ഒരു പൈതൃക പകർച്ചയാണോ? നമ്മൾ എന്താണ് തലമുറയ്ക്ക് കൊടുക്കാനായി ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായി നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഒരു ക്ലാസ്സിലൊരു കുഞ്ഞ് സഹവിദ്യാർത്ഥിയുടെ ഒരു പെൻസിൽ മോഷ്ടിച്ചു, ഒരു പേന മോഷ്ടിച്ചു. അത് മനസ്സിലായി ഇന്നയാളാണ് മോഷ്ടിച്ചതെന്ന്. വീട്ടിൽ വിളിച്ചു പറഞ്ഞു അധ്യാപകർ. വൈകുന്നേരം കുഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവന് മനസ്സിലായി ഇത് വീട്ടിലറിഞ്ഞിട്ടുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും മുഖഭാവമൊക്കെ മാറിയിരിക്കും. അപ്പനും അമ്മയും കൊച്ചു വീട്ടിൽ വന്നപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്താ സ്കൂളിൽ പോയി ഇന്ന് ചെയ്തത്? അവനിങ്ങനെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. അമ്മ ചോദിച്ചു, കുഞ്ഞെ നിനക്കെന്താ പറ്റിയേ? നിനക്ക് ആവശ്യത്തിനുള്ള പേനയും പെൻസിലും ഒക്കെ ഇവിടെ ഇല്ലേ? പിന്നെ നീ എന്താ സംഭവിച്ചേ? അപ്പൻ ആകെപ്പാടെ ചൂടായി. നമ്മുടെ ഒരു പ്രകൃതിയാണല്ലോ. അപ്പൻ ഭയങ്കരമായിട്ട് ചൂടായി. നീ മോഷ്ടിക്കാനാണോടാ സ്കൂളിൽ പോകുന്നത്? എന്തിനാണ് നീ അത് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് വളരെ രൂക്ഷമായി ആ കുഞ്ഞിനോട് സംസാരിച്ച് അവസാനം ഈ അപ്പൻ കൊച്ചിനോട് പറയുക, നീ എന്തിനാടാ സ്കൂളിൽ പോയി മോഷ്ടിച്ചത്? ധാരാളം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അത് കൂടാഞ്ഞിട്ടാണോ നീ സ്കൂളിൽ പോയി മോഷ്ടിക്കുന്നത്? നോക്കിക്കേ പ്രിയമുള്ളവരെ, നല്ല മാതൃകയാണോ ഈ അപ്പൻ തൻ്റെ കുഞ്ഞിന് പകർന്നു കൊടുക്കുന്നത്? തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യരുതാത്ത കാര്യം തൻ്റെ ഓഫീസിൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ കുഞ്ഞ് അത് സ്വായത്തമാക്കുകയാണ്. അതുകൊണ്ടാണ് പിതാവിൻ്റെ കാൽപാതകളെയാണ് മക്കൾ പിന്തുടരുന്നത്. കള്ളുഷാപ്പിലേക്ക് പോകുന്ന അപ്പൻ്റെ കാൽപാതകളെ പിന്തുടരുന്ന ഒരു കുട്ടിയുണ്ട്. ഒരു മഴക്കാലത്ത് അപ്പൻ രാവിലെ ഇറങ്ങി ഓഫീസിലേക്ക് പോകുമ്പോൾ നിത്യം കയറുന്ന ഒരു കള്ളുഷാപ്പ്. ഒരു ദിവസം കുഞ്ഞ് ആ മണ്ണിൽ പതിഞ്ഞ് അപ്പൻ്റെ കാൽപാദങ്ങളിൽ ചവിട്ടി അപ്പൻ്റെ പിറകെ യാത്ര ചെയ്തു. കുറേ ദിനം പിന്നിട്ടപ്പോൾ അപ്പൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മകൻ എൻ്റെ കാൽപാദത്തിൽ ചവിട്ടി വരുന്നു. അപ്പോൾ ചോദിച്ചു, മകനെ നീ എവിടേക്ക് പോവുകയാ? ഈ മകൻ പറഞ്ഞു, ഞാൻ അപ്പൻ്റെ കാൽപാദങ്ങളെ ചവിട്ടി അപ്പൻ്റെ പിറകെ വരികയാണ്. പ്രിയമുള്ളവരെ, ഈ അപ്പൻ്റെ കാൽപാതകളെ ചവിട്ടി ഈ കുഞ്ഞു പോകുന്നത് അപ്പൻ നിത്യം പോകുന്ന കള്ളുഷാപ്പിലേക്കാണ്. അവിടെ വെച്ച് അപ്പൻ ആ കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞ് വീട്ടിൽ വന്നു. ജോലിക്ക് പോയില്ല. ആ പകല് മുഴുവൻ അപ്പൻ ചിന്തിച്ചു. അപ്പൻ മദ്യപാനം നിർത്തി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പതിപ്പിക്കുന്ന കാൽപാദങ്ങളിൽ ചവിട്ടിയാണ് എൻ്റെ തലമുറ യാത്ര ചെയ്യുന്നത്. അത് ശരിയായ പൈതൃക പകർച്ചയിലേക്കാണോ എൻ്റെ തലമുറ നടന്നു നീങ്ങുന്നത് എന്നൊരു നിമിഷം ചിന്തിക്കുവാനായി കഴിയണം. പ്രിയമുള്ളവരെ, ഞാൻ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ, തെറ്റായ വഴിയാണെങ്കിൽ അത് തിരുത്തുവാൻ എനിക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ ആ കാൽപാദങ്ങളിൽ ചവിട്ടി എൻ്റെ കുഞ്ഞും തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്യും. മനുഷ്യൻ തെറ്റിപ്പോകുന്നവനാണ്. പക്ഷേ തെറ്റ് എന്ന ബോധ്യം വന്നാൽ ആ തെറ്റുന്ന ഇടത്ത് നിന്നുകൊണ്ട് അവനെ തിരുത്തുവാൻ അവന് സാധിക്കണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പറയുക, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ കഴിയണം. പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കും, ദൈവത്തിൻ്റെ മന്ദിരമാണ് നീ. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഓർക്കണം മനുഷ്യ, നീ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധ മാത്യുസ്ത്രീയൻ ബാബാ തിരുമനസ് ഒരു ദേവാലയ കൂദാശിയുടെ പ്രസംഗ സമയത്ത് പറഞ്ഞല്ലോ, ഈ സഭയിൽ ഈ ദേശത്ത് അനേക ദേവാലയങ്ങൾ ഇനിയും പണിതുയരണം. ഇന്ന് പണിത് കൂദാശ ചെയ്ത ദേവാലയം മാത്രമല്ല, അനേകം ദേവാലയങ്ങൾ. അത് വൈറലായല്ലോ സോഷ്യൽ മാധ്യമങ്ങളിലൂടെയൊക്കെ. പ്രിയമുള്ളവരെ, ആ പിതാവിൻ്റെ ദീർഘവീക്ഷണം നമ്മൾ അങ്ങേയറ്റ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഓർക്കണം, ഇവിടെ പറയുന്നു പൗലോസ് അപ്പോസ്തലൻ നീ ദൈവത്തിൻ്റെ മന്ദിരമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മുടെ ദേശത്ത് സ്വദേശത്തും വിദേശത്തും നശിപ്പിക്കപ്പെടുന്ന അനേകം ദൈവത്തിൻ്റെ ആലയങ്ങളുണ്ട്.
ആ ദേവാലയങ്ങൾ പുനർനിർമ്മിക്കുവാൻ സാധിക്കണം. പുനർനിർമ്മിതി ചെയ്യുവാൻ ഓരോ ദേവാലയവും മനുഷ്യനാകുന്ന ദൈവത്തിൻ്റെ മന്ദിരം പുനർനിർമ്മിതി ചെയ്യുവാൻ സാധ്യമായി തീരണം. അങ്ങനെയെങ്കിൽ ഈ മഹാവ്യാധി ലോകത്തു നിന്ന് പോയി പോകും. ക്രിസ്തു നിന്നിൽ നിന്ന് പോയെങ്കിൽ ആ ക്രിസ്തുവിലേക്ക് തിരികെ വരുവാൻ നിനക്ക് സാധിക്കണം. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ നിന്നെ പണിതുയർത്തുമ്പോഴാണ് വിജയകരമായ ജീവിതം നിന്നിൽ ഉണ്ടാവുക. അവിടെയാണ് സന്തോഷകരമായ ഒരു സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അവിടെയാണ് സുശക്തമായ ഒരു സേവനം നിനക്ക് നിർവഹിക്കുവാൻ സാധിക്കുക. അവിടെയാണ് ഭയത്തോടും ഭക്തിയോടുമുള്ള ഒരു സേവനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, എവിടെയായിരുന്നാലും എവിടെ പോയാലും ക്രിസ്തുവെന്ന അടിസ്ഥാനത്തെ വഴിവിട്ട് നടക്കുവാൻ ഇടയാകരുത്. യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ നീ നിന്നെ പണിതുയർത്തണം. പൗലോസ് അപ്പോസ്തലൻ ശൗലിൽ നിന്ന് പൗലോസിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഈ പറയുന്ന എല്ലാ വൈശിഷ്ട്യങ്ങളും ലഭിക്കുകയാണ്. വിജയകരമായ ജീവിതത്തിന്, സന്തോഷകരമായ സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറയുവാൻ സാധിക്കുമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും യഥാർത്ഥമായി ക്രിസ്തുവിലാകണം. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിലാകുന്നുണ്ടോ? ക്രിസ്തു എന്നിലാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ക്രിസ്തു ശരീര രക്തങ്ങൾ നിന്റെ നാവിന്മേൽ വെക്കുമ്പോൾ നീ ക്രിസ്തുവായി മാറണം. ക്രിസ്തീയ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം നിന്നിൽ ഉണ്ടാവണം. ആ സ്വഭാവം എന്നിലും നിന്നിലും ഉണ്ടോ? ഒരു പുരോഹിതനാണ് ഞാനെന്ന് വരികിലും ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ ക്രിസ്തു സ്വഭാവത്തിൻ്റെ ഭാവം എന്നിലില്ലെങ്കിൽ എൻ്റെ വേഷഭൂഷാദികൾ കൊണ്ട് ഞാനൊരു പുരോഹിതനാണ്. പക്ഷേ എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് ഞാനൊരു പ്രാകൃത മനുഷ്യനായി മാറുകയല്ലേ? എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ജഡീക മനുഷ്യനായി മാറുകയല്ലേ? പക്ഷേ ഇവിടെ എൻ്റെ ദൈവം, എൻ്റെ ക്രിസ്തു എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പുരോഹിത വർഗമാണ്. ആ പുരോഹിത വംശം എങ്ങനെയാവണം? ക്രിസ്തു സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറണം. അപ്പൊ ക്രിസ്തു സ്വഭാവമുള്ളവർ വിജയകരമായ ജീവിതത്തിന്, സന്തോഷ സാക്ഷ്യത്തിന്, സുശക്തമായ സേവനത്തിന്, ഭയത്തോടും ഭക്തിയോടുമുള്ള സേവനത്തിന് ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിൽ പണികൾ ഏതു വിധമെന്ന് തീ ശോധന ചെയ്യും, അഗ്നി ശോധന ചെയ്യും. നിന്റെ പണികൾ ഏതു വിധത്തിൽ എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഇവിടെ പറയുന്നു, വിലയേറിയ കല്ല്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും എന്നാണ്. കർത്താവാകുന്ന അടിസ്ഥാനത്തിൽ പലതര വസ്തുക്കൾ ഉപയോഗിച്ച് പണിയാൻ കഴിയും. വെന്തു പോകുന്നതും പോകാത്തതും വിലയേറിയതും തീരെ വില കുറഞ്ഞതുമായ വസ്തുക്കൾ കൊണ്ട് നിന്നെ പണിതുയർത്താൻ കഴിയും. ഇവിടെ പറയുന്നു, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ദൈവത്തിൻ്റെ സ്വർഗീയ ഭാവത്തിൽ, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ശുശ്രൂഷയും ഈ കാര്യങ്ങളാണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരം, പുല്ല്, വൈക്കോൽ. ഇത് ദൈവമഹത്വത്തെ ലക്ഷ്യമാക്കാതെ സ്വന്തം പുകഴ്ചയ്ക്കും പണസമ്പാദനത്തിനും വേണ്ടിയുള്ളത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം നമ്മെ നിർമ്മിതി ചെയ്യുന്നത് ദൈവമഹത്വത്തെ ലക്ഷ്യമാക്കാതെ സ്വന്തം പുകഴ്ചയ്ക്കും പണസമ്പാദനത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ നിന്റെ ജീവിതം വിജയിക്കുകയില്ല. അവിടെ നിനക്ക് സുശക്തമായൊരു സേവനം കാഴ്ചവെക്കാൻ പറ്റുകയില്ല. ഭയത്തോടെ ഭക്തിയോടെ നിനക്ക് സേവനം ചെയ്യുവാൻ കഴിയുകയില്ല. സന്തോഷകരമായൊരു സാക്ഷ്യം നിനക്ക് സമൂഹത്തിന്, നിന്റെ കുടുംബത്തിന് കൊടുക്കുവാൻ നിനക്ക് കഴിയുകയില്ല. നിന്റെ ജീവിതം ദൈവനാമ മഹത്വത്തിനായി മാറണം. അതുകൊണ്ട് മരം, പുല്ല്, വൈക്കോല് കൊണ്ട്, തീയിൽ വെന്തുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ അഴിഞ്ഞു പോകാത്ത, നശിച്ചു പോകാത്ത
പൊന്ന് വെള്ളി വിലയേറിയ കല്ല് എന്നിവയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വർഗീയ ഭാവം കൊണ്ട് ക്രിസ്തുവേശുവിനാൽ നിനക്ക് ലഭ്യമാകുന്ന വീണ്ടെടുപ്പിൻ്റെ ആ വലിയ അനുഭവം കൊണ്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നിന്നിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ആ ശുശ്രൂഷ നിനക്ക്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ നിർവഹിക്കുവാനായി നിനക്ക് സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭവും ജീവനും വഴികാട്ടിയും നമ്മുടെ പരമലക്ഷ്യവും യേശു ക്രിസ്തുവാണ്. വീണ്ടും ഞാൻ നിങ്ങളെ വിശുദ്ധ മാമോദിസ കൂദാശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടെ. അവിടെ വെള്ളത്തിൽ നമ്മെ മുക്കുകയാണ്, വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ മാമോദിസ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നൽകുകയാണ്. വിശുദ്ധ കുർബാനയോട് അനുബന്ധമായി വിശുദ്ധ കൂദാശ നിർവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെള്ളത്തിൽ നമ്മെ കഴുകുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടാവുകയാണ്. വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ ഉണ്ടാവുകയാണ്. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ്. അതുകൊണ്ട് ഓർക്കണം, വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ മൂറോനാൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ശരീരരക്തങ്ങൾ ക്രിസ്തുവിൻ്റെ ആ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ക്രിസ്തുവിൽ മുദ്രയിട്ട് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി ഈ ഭൂമിയിലേക്ക് ദൈവം വിടുകയാണ്. പിന്നെ എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത്? അതാണ് പറയുക. പിന്നെ നമ്മെ നാം എങ്ങനെ പണിയുന്നു എന്നുള്ളതാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. വിശുദ്ധ മാമോദീസായിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ പല വിധത്തിൽ പലരുടെ പക്ഷക്കാർ, പലരുടെ ആൾക്കാർ എന്ന് പറയുകയാണ്. പക്ഷേ നട്ടവനും നനച്ചവനും പലരെങ്കിലും വളറുമാരാക്കിയത് ഒരുവൻ മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മെ നട്ടതും നനച്ചതും ഒരാളെങ്കിൽ നമ്മെ ഈ ഭൂമിയിൽ വളർത്തുന്നത്, ഈ ഭൂമിയിലാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ യേശുവിനെ കാണാൻ ഈ നോമ്പിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ ക്രിസ്തുവിനെ കാണുവാൻ, ഈ ക്രിസ്തുവിനോട് സംവേദിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ 5 കാര്യങ്ങൾ ലഭിക്കുന്നത്, മറ്റെങ്കിലും ലഭിക്കുകയില്ല. ഈ ക്രിസ്തുവിൽ ജീവനുള്ള 5 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? മക്രമിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. യേശുവിലുള്ള ജീവനുള്ള 5 കാര്യങ്ങൾ. 1, പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ജീവനുള്ള കല്ലാണ്. ആ കല്ലിലാലാണ് ഞാനും നിങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ജീവനുള്ള കല്ലാണ്. ആ കല്ലിനാൽ ഞാനും നിങ്ങളും പണിയപ്പെട്ടിരിക്കുന്നു. 2, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ക്രിസ്തു ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ പരിപുഷ്ടിപ്പെടുകയാണ്. അതുകൊണ്ട് പണിയപ്പെടുന്നത് ജീവനുള്ള ക്രിസ്തുവാകുന്ന കല്ലിന്മേൽ, നാം പരിപുഷ്ടിപ്പെടുന്നത് ജീവനുള്ള അപ്പമാകുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്ന ക്രിസ്തുവിനാൽ. അതുകൊണ്ട് വിശുദ്ധ കുർബാന തക്സയിൽ സ്വർണ്ണനാവുകാരനായ മാർ ഈവാനിയോസ് പിതാവിന്റെ ക്രമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ രഹസ്യങ്ങൾ, ഏതാ ഈ രഹസ്യങ്ങൾ? ഈ വിശുദ്ധ കുർബാന കടങ്ങളുടെ മോചനത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിന്റെ സ്ഥിരതയ്ക്കുമായി തീരണം. കടങ്ങളുടെ പരിഹാരത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിന്റെ സ്ഥിരതയ്ക്കുമായി തീരണം. പ്രിയമുള്ളവരെ, പണം നേടാനല്ല, 1.5 കോടി ബാങ്കിൽ വരാനല്ല, എനിക്ക് ഓടി കാറ് കിട്ടാനല്ല, പിന്നെയോ ഈ വിശുദ്ധ കുർബാന അനുഭവം, എൻ്റെ നോമ്പ് അനുഭവം, എൻ്റെ ഉപവാസം എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കടങ്ങളുടെ പരിഹാരത്തിന്, എൻ്റെ ആത്മശരീര മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക്, എൻ്റെ മനസ്സിൻ്റെ സ്ഥിരതയ്ക്ക്. ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിൻ്റെ സ്ഥിരതയ്ക്കും കടങ്ങളുടെ മോചനത്തിനും ഈ രഹസ്യങ്ങൾ
പര്യാപ്തമായി തീരണം. അതുകൊണ്ടാണ് പറയുക ക്രിസ്തു ജീവനുള്ള അപ്പമാണ്, അതിൽ നാം പരിപുഷ്ടിപ്പെടുന്നു. 3, ക്രിസ്തു ജീവനുള്ള പുതുവഴിയാണ്. ക്രിസ്തു ജീവനുള്ള പുതുവഴിയാണ്. ആ പുതുവഴിയിലൂടെയാണ് നാം ദൈവത്തിന് സമീപസ്ഥരായി തീരുന്നത്. അവിടെ പറയുന്നു, എബ്രായ ലേഖനം 10-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്, അവസാനം 21-ാം വാക്യത്തിന്റെ പൂർണ്ണതയിൽ കാണുന്നു, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. യേശു ജീവന്റെ പുതുവഴിയാണ്. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലണം. സാധിക്കുന്നുണ്ടോ? പരമാർത്ഥമായ ഹൃദയത്തോടെ, ശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് വഴിയൊരുക്കുന്നത് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഓർക്കുക, ക്രിസ്തു ജീവനുള്ള പുതുവഴിയാണ്. ക്രിസ്തു ജീവനുള്ള അപ്പമാണ്. ക്രിസ്തു ജീവനുള്ള കല്ലാണ്. 4, എബ്രായ ലേഖനം 13-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ജീവനുള്ള പുരോഹിതനാണ്. അവൻ മുഖാന്തരമാണ് നാം ആരാധിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ. അവൻ മുഖാന്തരമാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ജീവനുള്ള പുരോഹിതനാണ്. ആ പുരോഹിതൻ മുഖാന്തരമാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കുർബാനയിൽ പറയുന്നുണ്ടല്ലോ പല പ്രാവശ്യം, ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആവാസം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളോട് കൂടെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ. പ്രിയമുള്ളവരെ, പാപമില്ലാത്തവനായ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത് നേടിത്തന്നതാണ് കൃപ, ദൈവത്തിന്റെ കൃപ. കൃപയല്ലാതെ ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് നാം ഓർക്കണം. 5, ക്രിസ്തു ജീവനുള്ള പ്രത്യാശയാണ്. അതുകൊണ്ടാണ് നാം അവനായി കാത്തിരിക്കുന്നത്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം അത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അതുകൊണ്ട് ക്രിസ്തു ജീവനുള്ള പ്രത്യാശയാണ്. ക്രിസ്തു ജീവനുള്ള പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. അവന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അനുഗ്രഹീതമായൊരു നോമ്പിന്റെ ആരംഭത്തിൽ, അനുഗ്രഹീതമായ നോമ്പിന്റെ യാത്രയിൽ, അനുഗ്രഹീതമായൊരു നോമ്പിന്റെ പൂർണ്ണതയിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ എന്നെ പൂർണ്ണമായും പണിതുയർത്തുവാൻ സാധിക്കണം. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വായിക്കാനിടയായി തീരട്ടെ. ആ 2-3 അധ്യായങ്ങൾ ധ്യാനിപ്പാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. അവസാനം 3:24 പറയുന്നു, നിങ്ങളോ ക്രിസ്തുവിൻ ഉള്ളവർ. നിങ്ങളോ ക്രിസ്തുവിൻ ഉള്ളവർ. യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് എൻ്റെ ആരാധനാ ജീവിതം ശ്രദ്ധയുള്ള അനുഷ്ഠാനമായി മാറണം. ആ ശ്രദ്ധയുള്ള അനുഷ്ഠാനത്തിൽ ഹൃദയപൂർവ്വം ദൈവം തരുന്നതിനെ സ്വീകരിക്കാൻ സാധിക്കണം. നവചൈതന്യം ആരാധനയിൽ ഈ നോമ്പിൽ നേടുവാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ ഞാൻ ആത്മീയനാണോ, പ്രാകൃത മനുഷ്യനാണോ, ജഡീക മനുഷ്യനാണോ? ആത്മീയ വളർച്ചയിൽ എത്താത്ത ജഡീക മനുഷ്യനിൽ നിന്ന്, പ്രാകൃത മനുഷ്യനിൽ നിന്ന് ആത്മീയമായ മനുഷ്യ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന, അനുസരിക്കുന്ന ദൈവമക്കളായി ജീവിതത്തെ മാറ്റുവാൻ ഈ നോമ്പ് പര്യാപ്തമായി ഭവിക്കണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ ജീവനുള്ള 5 കാര്യങ്ങളെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ക്രിസ്തു എനിക്ക് ജീവനുള്ള കല്ലാണ്, ഞാൻ അതിന്മേൽ പണിയപ്പെടണം. 2, ക്രിസ്തു ജീവനുള്ള അപ്പമാണ്, ഞാൻ അതിൽ പരിപുഷ്ടിപ്പെടണം. 3, ക്രിസ്തു ജീവനുള്ള വഴിയാണ്, ഞാൻ
അതിൽ സമീപസ്ഥരാകണം. 4, ക്രിസ്തു ജീവനുള്ള പുരോഹിതനാണ്, അതുകൊണ്ട് അത് മുഖാന്തരം ഞാൻ ആരാധിക്കുന്നു. 5, ക്രിസ്തു ജീവനുള്ള പ്രത്യാശയാണ്, അതിനാൽ നാം അവനായി കാത്തിരിക്കുന്നു. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക MGM ആത്മീയ ചാരിറ്റി പ്രസ്ഥാനം നടത്തുന്ന ഈ വചന ശുശ്രൂഷ ഇടവകയ്ക്ക് മാത്രമല്ല, ഈ ദേശത്തിന്, ഈ രാജ്യത്തിന്, സമൂഹത്തിന്, എല്ലാ ദൈവമക്കൾക്കും ഒരുപോലെ അനുഗ്രഹം ലഭിക്കുവാൻ നമ്മുടെ ഈ വചന കേൾവിയും ദൈവസന്നിധിയിലുള്ള സമർപ്പണവും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയും